അധികം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉച്ചക്കൊക്കെ പെട്ടുപോയാൽ നമ്മൾ ചോറും അങ്ങനെ ഒന്നല്ലാട്ടോ കഴിക്കുക, ഇതുപോലെയുള്ള പൊറോട്ട റോളോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കഴിക്കുക. അപ്പം ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴിക്കണമൊക്കെ എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനുള്ള ക്രേവിങ്സ് ഒക്കെ വരുമല്ലോ ഇടയ്ക്കൊക്കെ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തലേന്നത്തെ കുറച്ച് പൊറോട്ട ബാക്കി വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ടയിലോട്ട് ഒരു 2-3 റോളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു മുട്ടൻ്റെ മിക്സ് വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരു പൊറോട്ടയ്ക്ക് ഒരു മുട്ടൻ്റെ മിക്സ്, ഒരു മുട്ടൻ്റെ അളവിലാണ് നിങ്ങൾ മിക്സ് ഇതേപോലെ ഓംലെറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെ ഒരു പൊറോട്ട റോൾ കഴിക്കുമ്പോൾ തന്നെ അല്ലേ ഭയങ്കരമായിട്ട് വേറെ ഫില്ലാവും. കാരണം ഒന്നെ നമുക്ക് കംപ്ലീറ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നല്ല തിന്നായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി നമുക്ക് ഞാനൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ ഈ ഒരു മുട്ടൻ്റെ മിക്സിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പൊറോട്ടൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഓംലെറ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമായിട്ട് നമുക്ക് ഈ പൊറോട്ട വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് കുറച്ച് കൂടുതലാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് ഷേപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വീട്ടിലൊക്കെ നമ്മളുണ്ടാക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിതിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു മുട്ടേൻ്റെ മിക്സിലോട്ട് പൊറോട്ട വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് അങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ച് നിന്നോളും. അപ്പോൾ ഞാൻ ഈ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. വേറെ ഒന്നിനല്ല, ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട്, ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് 2 ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ പൊറോട്ടയും കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫോളോ ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ പൊറോട്ടയും കൂടി റെഡി ആയിട്ടുണ്ട്. അത് ഏകദേശം കറക്റ്റ് തന്നെ ഒരു ഓംലെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മയണൈസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം ചില്ലി സോസില്ലേ അതൊഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ മയണൈസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ചില്ലി ഫ്ലേക്സും അതൊക്കെ ചേർക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും. ഇനി നമുക്ക് കുറച്ച് ലെറ്റ്യൂസ് ലീഫില്ലേ അത് നമ്മുടെ പൊറോട്ടൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മേലെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത സവാളയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് കുക്കുംബർ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തൊക്കെ വെജീസ് എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ളത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതൊക്കെ ഈ ഒരു കോംബോ ആണെന്ന് തോന്നുന്നു എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. പിന്നെ അതിന് മുകളിൽ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച മയണൈസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൂടി കഴിക്കുമ്പോൾ ഇല്ല ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. പൊറോട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 2-3 എക്സ്ട്രാ ഒന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. സിമ്പിളല്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. നല്ല എന്താ പറയുക, നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് നമുക്ക് കഴിക്കാനും വേണ്ടി പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു പൊറോട്ട തന്നെ, ഈ ഒരു റോള് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്കും ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ റോള് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് ഇതുപോലെയുള്ള പുതിയ പുതിയ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിനി വീഡിയോ ഇടുമ്പോൾ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.